ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ നിൽക്കുന്നില്ല. എൻ്റെ ഈ ചകിരി പോലത്തെ മുടി ഇന്ന് റെഡിയാക്കാൻ പോകുന്നൊരു വ്ളോഗാണ്. എൻ്റെ ഹെയർ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈയും ഫ്രിസി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഡിലേ ആക്കി കൊണ്ടുപോയതാണ്. കറക്റ്റ് ടൈം ആകുമ്പോൾ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ കറക്റ്റ് ടൈമായി. ഇപ്പോഴാണ് എന്നെ കൊണനാക്കുന്നത്. നമ്മൾ കാറിലല്ല, നമ്മൾ സ്കൂട്ടറിലാണ് പോയത്. ഉപ്പാക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തൃശ്ശൂർ ഗ്രാവിറ്റിയിലോട്ടാണ് ഞാൻ പോയത്. ഞാനിതിന് മുന്നേ 2 ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഞാൻ വേറൊരു സലൂണിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഡാമേജ് ആയിട്ടുള്ള ഹെയറും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഹെയർ കട്ട് ചെയ്തപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ ഒരുപാട് നേരം നമ്മൾ ഈ ക്രീം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫോണുള്ളതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. അറ്റ് ലാസ്റ്റ് ലുക്ക് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണ്. കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ നെഞ്ഞൊന്ന് ചെറുതായിട്ട് ഇടിച്ചു. ഞാനും ബൊട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു ക്രീമൊക്കെ ഇട്ട് സെറ്റാക്കി കാണാം. അതിനി 2 ദിവസം കഴിഞ്ഞിട്ടേ അവർക്ക് ഹെയർ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഡാഡിയുടെ റിയാക്ഷൻ ഇങ്ങനെയായിരുന്നു. ഹലോ ഗൈസ്, മറ്റന്നാ പറഞ്ഞ ഇനി ഒന്നും ആയിട്ടില്ല. ക്രീം തേച്ച് വെച്ചിട്ട് തലയില് ആ സമയത്തൊക്കെ ഉപ്പ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ കളികൾക്കും കൂട്ട് നിൽക്കലുണ്ട്. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഉമ്മാനെ കാണിച്ചു. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഒരു ചായയും റസ്ക്കും കുടിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് KFC ബർഗറൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഹെയർ ഇപ്പോൾ തൊടാനായിട്ട് ഭയങ്കര സ്റ്റിക്കി ആൻഡ് ഹാർഡാണ്, കാരണം ആ ക്രീം തേച്ചിട്ടുള്ളതുകൊണ്ട്. അങ്ങനെ ഇത് ഡേ 3 ആണ്. അപ്പോൾ ഇന്നാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പോണത്. ഞാൻ ഒരു ഉച്ചയ്ക്കൊക്കെ പോകണം വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും പോകാൻ പറ്റില്ല, കാരണം നല്ല ഉറക്കമായിരുന്നു. ഞാൻ ഒരു 4 മണിയൊക്കെ ആയ സമയത്ത് പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങി. എൻ്റെ കൂടെ അച്ഛൻ ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ വന്നതാണ്. ഓൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രീ ആണോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് പോകാം എന്നുള്ളത്. അങ്ങനെ അവിടെ പോയപ്പോൾ ഓളെ കുറച്ച് പോസ്റ്റ് ആക്കി. ആൻഡ് ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. ഇപ്പോഴാണ് എനിക്കൊരു ചെറിയൊരു സമാധാനം വന്നത്. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ എൻ്റെ ഹെയർ ഇങ്ങനെ അവർ എൻഡിലൊക്കെ അവർ കേളി ആക്കിയിട്ടൊക്കെ തരണം. ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഹെയർ ഭയങ്കര തൊടാനാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആൻഡ് സിൽക്കിയാണ്. പിന്നെ കുറച്ച് പട്ടിഷോ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നമ്മൾ നേരെ ഫ്രൂട്ട് ബേയിലോട്ട് പോയി. ഫ്രൂട്ട് ബേയിൽ പോയിട്ട് ബെറിയപ്പം സൺഡേൽസും കാര്യങ്ങളെല്ലാം കഴിച്ചു. അങ്ങനെ മധുരമുള്ളത് കഴിച്ചപ്പോൾ പിന്നെ എരിവുള്ളത് കഴിക്കാൻ തോന്നി. അങ്ങനെ സ്മോക്കിംഗ് ഷവായിൽ പോയിട്ട് ബർഗറും കാര്യങ്ങളെല്ലാം കഴിച്ചു. ഈ ഹെയർ വന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 1 month കഴിയുമ്പോഴേക്കും ഒന്ന് വളരും. ആ സമയത്ത് നമ്മുടെ ഹെയർ നല്ല ബൗൺസ് ആയിട്ടൊക്കെ നിൽക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ആ ലുക്കാണ് ഇതിലേക്കാളും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ ദ ബൈ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.